ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സന്ദീപ് ഓഫീസിൽ നിന്ന് നേരത്തെ എത്തിയത് കണ്ട് ആതിര അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ തനിക്ക് തലവേദനയാണെന്ന് സന്ദീപ് പറയുന്നത് കേട്ടതോടെ അരികിൽ നിന്ന് ഞെട്ടത്തി മീര പറഞ്ഞു, അതെ, ഇങ്ങനത്തെയുള്ള തലവേദനയൊക്കെ ഞാനും അന്ന് ഹാമണിമോളെ ഗർഭിണിയായിരുന്ന സമയത്ത് അന്ന് അനൂപേട്ടനും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഇതുപോലെയുള്ള തലവേദനയൊക്കെ. അത് സ്വാഭാവികമാണ്. ഭാര്യമാരിങ്ങനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ഭർത്താക്കന്മാർക്കും ഉണ്ടാകുന്നതാണ് ഇത്തരം തലവേദന എന്നും മീരെടുത്തി അറിയിച്ചു. ഇതെല്ലാം കേട്ട ഉടനെ സന്ദീപ് ഒന്നും മിണ്ടാതങ്ങ് നിന്നു. സന്ദീപ് പറഞ്ഞു, അതെ, സത്യത്തിൽ മീരെടുത്ത് ഈ സമയത്ത് ഇവിടെ ഉണ്ടായത് എന്തുകൊണ്ടും നന്നായി. അതുകൊണ്ടല്ലേ ഇങ്ങനെ ആതിരയെ ഈ രീതിയിലൊക്കെ കുളിപ്പിക്കാനായിട്ട് തയ്യാറെടുപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോ ഉടനെ മീരെടുത്തി പറഞ്ഞു, വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കാനാണ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ആ പറഞ്ഞത് സത്യം തന്നെയാണ്. കാരണം ഞാനിവിടെ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇത് ചെയ്യുവോ? ആർക്കെങ്കിലും ഇതിന് നേരമുണ്ടോ ഇതുപോലെയൊക്കെ ചെയ്തു തരാൻ? അതുമല്ല, ഇനി ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഒരാളെ നമ്മൾ പ്രത്യേകം വിളിച്ചു നിർത്തിയെങ്കിൽ തന്നെ അവർക്ക് നമ്മൾ കൂലി കൊടുക്കണം. കൂലി കൊടുത്താൽ അവരെന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി എന്ന് മാത്രമേ വരുത്തൂ. എന്നാൽ അതുപോലെയല്ലല്ലോ നമ്മൾ നമ്മുടെ സ്വന്തം മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്. അതിന് ഒന്ന് വേറെ തന്നെയല്ലേ എന്ന് സന്ദീപിനോട് മീരെടുത്തി അറിയിച്ചു. അത് ഇനിയിപ്പോ 7-ാം മാസത്തിൽ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയി കഴിയുമ്പോൾ അമ്മയും ഇതുപോലെയൊക്കെ ചെയ്യും എന്ന് ആതിരയോട് വളരെ സ്നേഹത്തോടെ മീരെടുത്തി പറയുന്നത് കേട്ട് സന്ദീപ് ചോദിച്ചു, അല്ല, ഈ 7-ാം മാസത്തിൽ വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങ് ഉണ്ടോ എടുത്തി ഇപ്പോഴും എന്ന് സന്ദീപ് സംശയത്തോടെ ചോദിക്കുമ്പോൾ മീരെടുത്തി പറഞ്ഞു, ചടങ്ങൊക്കെ അതുപോലെ തന്നെ ഉണ്ട് മോനെ. ഇനി അപ്പോഴും സന്ദീപ് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ എപ്പോഴെങ്കിലും തലവേദന ഉണ്ടാവുകയാണെങ്കിൽ അന്ന് നേരെ വൃന്ദാവനത്തിലേക്ക് വന്നാൽ മതി, അത്ര മാത്രമേ ഉള്ളൂ എന്ന് സന്ദീപിനോട് പറഞ്ഞതും സന്ദീപ് അത് കേട്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് അനൂപ് എത്തുന്നു. അനൂപ് വന്നതോടെ മീരെടുത്തിയും ആതിരയും വളരെ സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റു. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ സന്ദീപ് അനൂപേട്ടനെ കണ്ടതോടെ ഇനിയും താൻ അവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലായി സന്ദീപ് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അനൂപ് സന്ദീപെ എന്ന് വിളിച്ചു. സന്ദീപ് ആ വിളി കേട്ടതും പിന്തിരിഞ്ഞു നോക്കുമ്പോൾ സന്ദീപിനോട് അനൂപ് പറഞ്ഞു, ഞാനിവിടെ വന്നത് നിനക്ക് ദേഷ്യമായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നെ കണ്ടപ്പോൾ നിനക്ക് എന്നോട് എത്രത്തോളം ദേഷ്യമുണ്ടെന്നും എനിക്കറിയാം. അന്ന് പലപ്പോഴും നീ വീട്ടിൽ വന്നപ്പോഴൊക്കെ ഞാൻ നിന്നെ വളരെ മോശമായി നിന്നോട് പെരുമാറുകയും പലപ്പോഴും നിന്നെ തല്ലി തന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ അന്ന് സംഭവിച്ചു പോയതാണ്. എന്താ അതൊക്കെ അന്ന് സംഭവിച്ച കാര്യങ്ങളൊന്നും ഇനി മനസ്സിൽ വെക്കണ്ട എന്ന് പറഞ്ഞപ്പോ സന്ദീപ് പറഞ്ഞു, സത്യത്തിൽ അനൂപേട്ട, ഞാനതൊന്നും മനസ്സിൽ വെച്ചിട്ടേ ഇല്ല, അതന്നേ കളഞ്ഞു. പിന്നെ ഇങ്ങനെ അനൂപേട്ടന് എന്നോട് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമേ ഇല്ല എന്ന് പറഞ്ഞു. എനിക്കറിയാമായിരുന്നു, എന്നെങ്കിലും അനൂപേട്ടന്റെ ഈ ഒരു തീരുമാനം മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അന്ന് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അനൂപേട്ടനോട് പറയാനായി ഒറ്റ വാക്ക് മാത്രമേ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് സന്ദീപ് വേഗം അനൂപിന് നേരെ തന്റെ കൈ കൂപ്പിയിട്ട് പറഞ്ഞു, മാപ്പ്, എല്ലാത്തിനും മാപ്പ്. അത് കേട്ട ഉടനെ അനൂപ് പറഞ്ഞു, എന്താ എന്താ സന്ദീപ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ച് സന്ദീപിനോട് അനൂപ് മാപ്പ് പറഞ്ഞതിന്റെ പേരിൽ അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ സന്ദീപ് പറഞ്ഞു, എനിക്കറിയാം, സംഭവിച്ചതൊക്കെ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിന് അനൂപേട്ടൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ അനൂപ് പറഞ്ഞു, എനിക്കറിയാം, സംഭവിച്ചതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, ഇനി അതൊന്നും നമ്മൾ ആലോചിക്കേണ്ടതില്ല. പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ സഹോദരിമാർ രണ്ടുപേരും ഇവിടെ സന്തോഷവതികളാണ്. അവരുടെ ഇവിടുത്തെ ജീവിതം സന്തുഷ്ടകരമായിട്ടുള്ളതാണ് എന്ന് എനിക്ക് ഉറപ്പായി എന്ന് അനൂപ് സന്ദീപിനോട് അറിയിച്ചു. അത് കേട്ടതോടെ മീരടുത്ത് ചോദിച്ചു, ഓഹോ, അപ്പോ ഇനി മുതൽ നിങ്ങൾ തമ്മിലൊരു പ്രശ്നവുമില്ല എന്നല്ലേ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മീരടുത്ത് ചോദിച്ചതും അനൂപ് പറഞ്ഞു, അതെ, ഇനിയൊരു പ്രശ്നവും നമുക്കിടയിലില്ല എന്ന് അനൂപ് അറിയിച്ചു. അത് കേട്ട ഉടനെ സന്തോഷത്തോടെ സന്ദീപ് നോക്കി പുഞ്ചിരിച്ചു. ഇപ്പൊ എനിക്കറിയാം എൻ്റെ സഹോദരങ്ങൾ ഇവിടെ സുഖമായി തന്നെ കഴിയുന്നതെന്ന്. പിന്നെ എനിക്ക് എങ്ങനെ എത്ര നാളെ എൻ്റെ കൂടപ്പിറപ്പുകളോട് പിണങ്ങി നിൽക്കാൻ കഴിയും? എന്തായാലും എന്നെ സഹായിക്കാൻ ഇവരല്ലേ ഉള്ളൂ, ഇവരല്ലാതെ മറ്റാരും എനിക്കൊപ്പം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ സഹായത്തിനും എൻ്റെ ആവശ്യങ്ങൾക്ക് ഓടിയെത്താൻ വേറെ ആരുമില്ലല്ലോ എന്ന് അനൂപ് മീരടുത്തിയോട് പറഞ്ഞു. അല്ല, സച്ചി എവിടെ? സച്ചിയെ കാണാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞതും ഉടനെ തന്നെ മീരടുത്തി പറഞ്ഞു, സച്ചി മുകളിലുണ്ട്, അവിടെ റൂമിലുണ്ടാവും എന്ന് പറഞ്ഞു. എന്നാ ഞാൻ സച്ചി ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അനൂപ് സച്ചിയെ കാണാനായി മുകളിലേക്ക് പോകുന്നു. ഈ സമയത്ത് ആതിര ആകെ വിഷമിച്ചിരിക്കുന്നത് മനസ്സിലായ സന്ദീപ് അനൂപ് അങ്ങോട്ട് പോകാനായി കുറച്ച് മാറിക്കഴിഞ്ഞതും ആതിരെ എന്ന് വിളിച്ചു. നിന്നോട് ഏട്ടന് പിണക്കൊന്നുമില്ല കേട്ടോ എന്ന് ആതിരയോട് അനൂപ് വളരെ പുഞ്ചിരിയോടെ അറിയിച്ചു. ആ വാക്ക് കേട്ടതും ആതിരയ്ക്കും വളരെ സന്തോഷമായി. ആതിരയെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടുന്ന് അനൂപ് പോയതോടെ ആതിര വളരെ സന്തോഷത്തിൽ
സന്ദീപിനെ നോക്കി. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും അതോടെ അവസാനിച്ചു എന്ന സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ അനൂപ് റൂമിലേക്ക് വന്നതും ശശി മൊബൈലിൽ എന്തോ കുത്തിക്കുറിക്കുന്ന കണ്ട് അവിടെ വാതിൽക്കൽ നിന്ന് സച്ചി എന്ന് വിളിച്ചു. അനൂപേട്ടന്റെ വിളി കേട്ടതും സച്ചി വേഗം ചാടി എഴുന്നേറ്റു. ആ അനൂപേട്ടനോ? കേറി വാ അനൂപേട്ട എന്ന് പറഞ്ഞ് വേഗം റൂമിലേക്ക് അനൂപിനെ സച്ചി ക്ഷണിച്ചു. അകത്തേക്ക് കയറി സച്ചിയുടെ റൂമിനകത്തേക്ക് അനൂപ് കയറി വന്നത് സച്ചി ചോദിച്ചു, എന്താ എന്താ അനൂപേട്ട? അനൂപേട്ടൻ എന്തേലും അർച്ചനെ കാണാൻ വന്നതാണോ? അർച്ചന പുറത്തേക്ക് പോയി, വേഗം വരുമെന്നാ തോന്നുന്നത് എന്ന് ശശി ഇങ്ങനെ പറയുമ്പോ അനൂപ് പറഞ്ഞു, അല്ല, ഞാൻ ശശിയെ കാണാനായിട്ടാണ് വന്നത്. അത് കേട്ട ഉടനെ അനൂപ് വന്നതിന്റെ കാരണം എന്താന്ന് ചോദിക്കാറങ്ങ് നിൽക്കുമ്പോൾ അനൂപ് പറഞ്ഞു, ഇത്രയും നാളും എനിക്കൊരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു. ഞാൻ ശശിക്ക് തന്ന ആ വാക്ക് എനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അർച്ചുവിനോട് അക്കാര്യം പറയേണ്ടി വന്നു എന്ന് പറഞ്ഞതും ശശി പറഞ്ഞു, അതിന് അർച്ചന അറിയാത്ത കാര്യങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ല അനൂപേട്ട. ഇനി ഇക്കാര്യം അർച്ചനോട് പറയണ്ട എന്ന് പറഞ്ഞത് അത് വേറൊന്നും കൊണ്ടല്ല. എല്ലാവരോടും ഇക്കാര്യം പറഞ്ഞ് അനൂപേട്ടനെ എല്ലാവരുടെയും മുന്നിൽ അനൂപേട്ടൻ ആകെ കൊച്ചായി പോകണ്ട എന്ന് കരുതി മാത്രമാണ് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ അനൂപ് പറഞ്ഞു, എനിക്ക് ഇത്രയും നാളും ഒരു ദുരഭിമാനം ഉണ്ടായിരുന്നു. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മാത്രം നോക്കിയാൽ മതി, എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ മാത്രം മതി, എൻ്റെ ആവശ്യങ്ങൾ മറ്റാരെയും അറിയിക്കണ്ട, എനിക്ക് വേണ്ട കാര്യങ്ങളൊന്നും ആരുടെയും സഹായത്തോടെ ചെയ്യണ്ട എന്നൊക്കെയായിരുന്നു എൻ്റെ ധാരണ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്ത്, അതുകൊണ്ടാണ് ഇത്രയൊക്കെ സംഭവിച്ചതും. എന്നാൽ ദുരഭിമാനമായിരുന്നു അതെന്നൊക്കെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം എൻ്റെ കുഞ്ഞിന് ഒരു അസുഖം വന്നാൽ ഒരു ഓട്ടോ പിടിക്കാനുള്ള കാശ് പോലും കയ്യിലില്ലാത്തവന്റെ ഭാഗത്താണ് ഇത്തരം ദുരഭിമാനം എന്നതാണ് സത്യം എന്ന് അനൂപ വിഷമത്തോടെ ശശിയോട് അറിയിച്ചു. ഇതെല്ലാം കേട്ടതും അനൂപ് പറഞ്ഞു, ശശി അനൂപിനോട് പറഞ്ഞു, അനൂപേട്ട, ഇനിയും ആ പണത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ അനൂപേട്ടൻ എന്റെ മുന്നിൽ വന്നിങ്ങനെ സംസാരിക്കരുത്. കാരണം എന്റെ കൂടപ്പിറപ്പങ്ങളും എൻ്റെ അച്ഛനമ്മമാരും എൻ്റെ കൂടപ്പിറപ്പങ്ങളും തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്ന് അറിഞ്ഞ ആ സമയത്താണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. അതിന് ഇത്രത്തോളം പറയേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞപ്പോ അനൂപും സജീവ് സംസാരിച്ച് നിൽക്കുന്ന കേട്ട് അവിടേക്ക് അർച്ചനയും മീരയും എത്തി. ഉടനെ മീര അരികിലേക്ക് വന്ന് പറഞ്ഞു, സച്ചി, അച്ചു എന്നോടെല്ലാം പറഞ്ഞു കേട്ടോ. സത്യത്തിൽ ഇത്രയും നാളും മറ്റൊരു തെറ്റിദ്ധാരണയിലായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പോയത്. സത്യത്തിൽ എല്ലാവരെയും ഞാൻ തന്നെയാ തെറ്റിദ്ധരിപ്പിച്ചത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതും ഞാൻ തന്നെയാണ്. അതിന്റെ പേരിൽ വെറുതെ പഴി കേൾക്കേണ്ടി വരുമ്പോഴും സത്യം ഇതായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ സച്ചി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞതും ദാ തുടങ്ങി അടുത്തയാള്. എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു സഹായം ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ അത്ര വലിയ ആളൊന്നും അല്ല, അത്ര വലിയ കാര്യമൊന്നും അല്ല ഞാൻ ചെയ്തതും. ഇതിന്റെ പേരിൽ ഇനി ഒരു സംസാരം വീട്ടിലുണ്ടാകാൻ പാടില്ല. ഈ പണത്തിന്റെ ഇടപാട് ഇന്നത്തോടെ ഇവിടെ വെച്ച് തന്നെ അവസാനിച്ചു. എന്താ, എല്ലാവർക്കും അറിയാമല്ലോ, അനൂപേട്ടനും മീരയെടുത്തിയും ഇനി ഇക്കാര്യം പറഞ്ഞ് എന്റെ മുന്നിൽ നിൽക്കരുത്. ഇങ്ങനെ ഒരു വാക്ക് പോലും ഇനി എന്നോട് പറയുകയും ചെയ്യരുത്, കേട്ടല്ലോ എന്ന് എല്ലാവരോടും കൂടിയാ പറയുന്നത്. നമ്മൾ ഇന്നത്തോടെ ഇത് മറന്നു, സത്യമാണല്ലോ എന്ന് സച്ചി ചോദിക്കുമ്പോ ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് അനൂപ് സമ്മതിച്ചു. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ, 1-2 പേരെ കൂടി എനിക്ക് കാണാനുണ്ട്, അതുകൊണ്ടാ ഞാൻ പോകാൻ തയ്യാറായത്. അല്ല, ഞാൻ വന്നത് തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനാണ്. അച്ചുവും ശശിയും കൂടി അടുത്തൊരു ദിവസം അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യം കിട്ടുന്ന ഒരു ദിവസം വീട്ടിലേക്ക് വരണം. നിങ്ങൾ മാത്രമല്ല, സന്ദീപും ആതിരയും ഉണ്ടാവണം. നമുക്കെല്ലാവർക്കും കൂടി ഒരു ദിവസം കൂടാം എന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അത് ഡബിൾ ഓക്കെ, എപ്പോ വന്നെന്ന് ചോദിച്ചാൽ മതി. എല്ലാവരും ഫ്രീ ആവുന്ന ഒരു ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടായിരിക്കാം, നമുക്കെല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കാം എന്ന് പറഞ്ഞു. അനൂപ് പറഞ്ഞു, എന്നാ ശരി, ഞാൻ ഇറങ്ങിക്കോട്ടെ. ഉടനെ പോകാനായി തുടങ്ങിയ ഉടനെ അനൂപ് വീണ്ടും അച്ചുവിനെ നോക്കിയിട്ട് പറഞ്ഞു, പോട്ടെ മോളെ എന്ന് പറഞ്ഞതും അച്ചു ചിരിച്ചുകൊണ്ട് ശരി ഏട്ടാ എന്ന് യാത്ര പറഞ്ഞു. ഈ സമയത്ത് അനൂപ് ചോദിച്ചു, അല്ല, സന്ദീപും ആതിരയും എവിടെ എന്ന് ചോദിച്ചപ്പോ ആതിര കുളിക്കുകയാണെന്ന് മീര മറുപടി നൽകി. എന്നാ അവരോടും പറഞ്ഞേക്ക് കേട്ടോ എന്ന് പറഞ്ഞ് അനൂപ് ഇറങ്ങാൻ തുടങ്ങുമ്പോ പെട്ടെന്ന് പിന്നിൽ നിന്ന് അച്ചു വിളിച്ചു, ഏട്ടത്തി എന്ന് വിളിച്ചതും അനൂപും മീരയും കൂടി നോക്കി. ഏട്ടാ, 1 മിനിറ്റ് എന്ന് പറഞ്ഞതും അനൂപ് വേഗം താഴേക്ക് ഇറങ്ങുന്നു. ഈ സമയത്ത് എന്താ കാര്യം എന്നറിയാനായിട്ട് മീര നോക്കുമ്പോ അർച്ചന പറഞ്ഞു, എടുത്തി, ഇതിന്റെ പേരിൽ ഉടനെ തന്നെയെന്ന് ആ അനഘയോടും അവന്തികേടത്തിയോടും ചെന്ന് ഏറ്റുമുട്ടാനൊന്നും പോയേക്കരുത് എന്ന് പറഞ്ഞു. ഇല്ല, നീ പറഞ്ഞത് കൊണ്ട് ഞാനിപ്പോ ഒന്നിനെ പോകുന്നില്ല. പക്ഷെ ഇനി ഒരിക്കൽ കൂടി ഇന്നലത്തെ പോലെ എന്റെ മുന്നിൽ വല്ല പ്രകടനം കാഴ്ചവെച്ച അപ്പം ഞാൻ നല്ല മറുപടി കൊടുക്കും. അതിന് നീ എന്നെ തടയരുത് എന്ന് പറഞ്ഞു. അതിൽ യാതൊരു മടിയും വേണ്ട എന്ന് അച്ചു മീരയോട് പറഞ്ഞതും എന്നാ ശരി, ഞാനേ അനുപേട്ടനെ പറഞ്ഞു വിട്ടിട്ട് വരാം എന്ന് പറഞ്ഞ് വേഗം മീര താഴേക്ക് ഇറങ്ങി പോകുന്നു.
അർച്ചന സന്തോഷത്തോടെ വേഗം റൂമിലേക്ക് കയറി. ഈ സമയത്ത് ആതിര കുളിയെല്ലാം കഴിഞ്ഞ് ഒരു സെറ്റ് സാരിയൊക്കെ കൊടുത്ത് അങ്ങനെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടിയൊക്കെ അങ്ങനെ ചീകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തു പോയ സന്ദീപ് ഭാഗത്തേക്ക് കയറിയെത്തിയത്. സന്ദീപ് റൂമിലേക്ക് വന്നതും ആതിരയെ കണ്ട ഉടനെ ആഹാ ഇത് കൊള്ളാമല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അല്ല ഇതെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്, ഇങ്ങനെ എന്നെ കണ്ടിട്ടില്ലേ എന്ന് സന്ദീപിനോട് ആതിര ചോദിച്ചു. കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇന്നൊരു വല്ലാത്തൊരു പ്രത്യേകത, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ ആതിര പറഞ്ഞു, അല്ല ഞാൻ കുളിക്കുന്ന സമയത്ത് എന്നോട് മീരെടുത്തി പറഞ്ഞിരുന്നു നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്യുന്നത് അത് കുട്ടിക്കും നമുക്കും മനസ്സിന് സന്തോഷകരമാക്കിയിരിക്കുന്നതുമൊക്കെ സുഖപ്രസവത്തിന് അതൊക്കെ വളരെ ഉപകാരമാകുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്ത് എനിക്ക് കുറച്ച് ദിവസമായി തോന്നുന്നു ഇങ്ങനെ ഒരു സാരി ഉടുത്തിവിടെ നിൽക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ സാരി ഉടുത്തതെന്ന് പറഞ്ഞതും അത് കേട്ട ഉടനെ സന്ദീപ് പറഞ്ഞു, കൊള്ളാം കൊള്ളാം, അപ്പോ സുഖപ്രസവത്തിന് വേണ്ടിയാണല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ശരി, ആയിക്കോട്ടെ, നല്ല കാര്യം തന്നെ. ഈ വേഷത്തിൽ കാണാൻ തന്നെ കൂടുതൽ ഭംഗിയായിട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. എപ്പോഴും മനസ്സിങ്ങനെ സന്തോഷവതിയായിട്ടിരിക്കുന്നതാണ് നല്ലത്. സത്യത്തിൽ നമ്മുടെ ഈ ബന്ധം തുടങ്ങിയപ്പോൾ തന്നെ എത്രത്തോളം വേദന നമ്മൾ അനുഭവിച്ചു. എന്നാൽ ഇതുപോലെ ഇത്രയേറെ സന്തോഷം ലഭിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സന്ദീപ് ആതിരയുടെ നെറ്റിയിൽ ഉമ്മ കൊടുക്കുമ്പോൾ സച്ചിയുടെ നെറ്റിയിൽ അർച്ചന റൂമിൽ നിന്ന് ഉമ്മ കൊടുത്തു. ഉടനെ സച്ചി ചോദിച്ചു, അല്ല ഇന്നെന്താ ഈ സമ്മാനം ഇപ്പോ, അല്ല അതിനുള്ള കാരണം എന്താ മനസ്സിലായില്ല എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, എന്നാലേ ഇപ്പൊ ഞാൻ ഈ തന്ന സമ്മാനത്തിന്റെ വില എത്രയാണെന്നറിയാവോ? 9 ലക്ഷം എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ സച്ചി പറഞ്ഞു, അയ്യോ 9 ലക്ഷമാണോ? സത്യത്തിൽ ഇപ്പൊ ഞാനാണ് കടക്കാരനായത്. കാരണം ഞാൻ തന്റെ ഈ ഒരു ഉമ്മയ്ക്ക് ഒരു 50 ലക്ഷമാണ് ഞാൻ മിനിമം വിലയിട്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ 41 ലക്ഷത്തിന് ഞാൻ കടക്കാരനായില്ലേ എന്ന് സച്ചി ചോദിച്ചതും ഒന്ന് പോ സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് അച്ചു ചിരിച്ചു. ഈ സമയത്ത് അയ്യടാ എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം സന്ദീപ് പറഞ്ഞു, അതിനെന്താ, ഞാൻ പറഞ്ഞത് വേറൊന്നും അല്ലല്ലോ, നമുക്ക് ഈ ഉടനെ ഒരു കുട്ടിയും കൂടെ വേണം എന്നല്ലേ പറഞ്ഞത്. അപ്പോഴേക്കും ആതിര പറഞ്ഞു, ആദ്യം ഈ കുട്ടിയുടെ കാര്യം കഴിയട്ടെ, എന്നിട്ടാണ് അടുത്ത കുട്ടിയുടെ കാര്യം. ഉടനെ സന്ദീപ് പറഞ്ഞു, അതെ അവനിങ്ങി വന്നോട്ടെ, അതിനുശേഷം മതി അടുത്തയാള്. അവന് വേണ്ടി ഞാൻ പേരൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ നമ്മുടെ സച്ചിയേട്ടനും ഒരു കുഞ്ഞൊക്കെ ആവും. അത് കഴിയുമ്പോൾ അവർക്കൂടി ഒരു കുഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞ് ചേട്ടനും അവൻ അനിയനും ആകും. അത് കേട്ടോടനെ ആതിര ചോദിച്ചു, ആഹാ തന്നെ അങ്ങ് തീരുമാനിച്ചോ അത് മോനാണെന്ന് എന്ന് പറഞ്ഞു. പിന്നില്ലേ, അത് മോനാണെന്ന് ഞാൻ തീരുമാനിച്ചു, മോൻ തന്നെയാ അത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആതിര പറഞ്ഞു, പിന്നെ മോനാണെന്നങ്ങ് തന്നെ തീരുമാനിച്ചാൽ മതിയല്ലോ അല്ലെ എന്നൊക്കെ ചോദിച്ചപ്പോ സന്ദീപ് പറഞ്ഞു, ശരി, അപ്പോഴേ ഒരു കാര്യം ഞാൻ പറയാം, ഇനി എന്റെ പ്രഡിക്ഷൻ തെറ്റിപ്പോയാൽ മോളാണെങ്കിലും മോൾക്ക് വേണ്ടി ഞാൻ ഒരു പേരൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആതിര ചോദിച്ചു, എന്താ അത്? അതൊക്കെ സർപ്രൈസാ, അപ്പൊ അറിഞ്ഞാ മതി എന്ന് പറഞ്ഞു. ഈ സമയത്ത് ശശി അർച്ചനയോട് പറഞ്ഞു, എടോ അതിന് ഞാനിപ്പോ കൂടുതലൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ സഹായിച്ചത് വേറെ ആരെയും അല്ലല്ലോ. ഇങ്ങനെ എപ്പോഴും എന്നോട് ഇങ്ങനെ നന്ദി വാക്ക് പറയുന്നത് ഞാനൊരു അന്യനെ പോലെ ആയതുകൊണ്ടായിരിക്കുമല്ലോ. എന്നെ ഒരു അന്യനായി കാണുന്നത് കൊണ്ടല്ലേ എന്നോട് ഇങ്ങനെ നന്ദി വാക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ശരി, ആയിക്കോട്ടെ, ഞാനേ അന്യനായിട്ട് തന്നെ ഇരുന്നോട്ടെ, ഇനി എന്നോട് നന്ദി വാക്കും പറഞ്ഞു, അപ്പൊ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഉടനെ ആതിര സന്ദീപിന്റെ മൂക്കിന് പിടിച്ചു. ശരി, ഇനി അങ്ങനെയൊക്കെ പറയുവോ? അതെ, ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ കുഞ്ഞ് ഈ വീട്ടിലേക്ക് വരുന്നത് എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്, എല്ലാവരും സന്തോഷവാന്മാരായി ഇവിടെ കഴിയണം, അതിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോ പിന്നെ ഒരു കാര്യം, ഈ സമയത്തെ എന്നെ മനസ്സ് വേദനിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, മനസ്സിലായോ എന്ന് ആതിര സന്ദീപിനോട് അറിയിച്ചു. അത് കേട്ടതും സന്ദീപ് പറഞ്ഞു, അത് ശരി, എന്റെ ചെറുക്കനെ വയറ്റിലുള്ളത് കൊണ്ടാണ് ഞാനിപ്പോ തൽക്കാലം അങ്ങനെയൊക്കെ സമ്മതിച്ചു തരുന്നത്, അല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം എന്ന് ചോദിച്ചതും പറഞ്ഞപ്പോ ആതിര ചോദിച്ചു, എന്ത് കാണിച്ചു തരുന്ന പറയുന്നത് എന്ന് ചോദിച്ച് വേഗം സന്ദീപിന്റെ ചെവിക്ക് ആതിര പിടിക്കുന്നു. ഇതേ സമയത്ത് സച്ചിയുടെ ചെവിക്ക് പിടിച്ചുകൊണ്ട് അർച്ചന പോകുന്നു. അപ്പോഴേക്കും സച്ചിയോട് ചോദിച്ചു, ഇനി ഇങ്ങനെ പറയുവോ എന്നാ ചോദിച്ചത് എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു, ഇല്ല അങ്ങനെ പറയില്ല. ഇനി എന്നോട് അങ്ങനെയൊക്കെ ദേഷ്യം കാണിച്ചാലുണ്ടല്ലോ, ഇതുപോലെയൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഇങ്ങനെ കിട്ടും, മനസ്സിലായോ എന്ന് ചോദിച്ചതും സച്ചി പറഞ്ഞു, അപ്പം എന്നോട് അങ്ങനെ കാണിച്ചാലുണ്ടല്ലോ എന്റെ ദേഷ്യം എങ്ങനെയായിരിക്കും എന്നറിയാമോ എന്ന് ചോദിച്ച് അർച്ചനയെ സച്ചി തന്റെ അരികിലേക്ക് നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്റെ കരങ്ങൾക്കുള്ളിലാക്കി അർച്ചനയെ ചേർത്ത് തന്നിലേക്ക് അങ്ങനെ പിടിച്ചു വന്നു. ഈ സമയത്ത് സന്ദീപും ആതിരയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവർ രണ്ടുപേരും രണ്ട് ദമ്പതികളും അവർ രണ്ടുപേരും അവരുടെ സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവെക്കുന്നു. അങ്ങനെ അവർ സന്തോഷത്തോടെ ആ റൂമിൽ അങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ കിച്ചണിൽ
ഷെയ്ക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മൊബൈലിലൂടെ നോക്കി ഷെയ്ക്ക് ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പിലായിരുന്നു അനഹ. അപ്പോഴേക്കും അവിടേക്ക് മീരടത്തി എത്തി. ഷെയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ട് അനഘ അങ്ങനെ നിൽക്കുമ്പോൾ മീരടത്തി വന്ന് ചോദിച്ചു, എന്തുണ്ടാക്കുവാ നീ? അപ്പോഴേക്കും അനഘ പറഞ്ഞു, അതെ, എന്തുണ്ടാക്കുകയാണെങ്കിൽ എന്താ എന്ന് ചോദിച്ചപ്പോൾ അനഘയുടെ കൈ തട്ടി മാറ്റി മീരടത്തി ചോദിച്ചു, അതെ, അതൊക്കെ ചോദിക്കാൻ എനിക്ക് അധികാരമുണ്ട്. എന്താ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇന്നലെ എന്റെ ചേച്ചി ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, ആ കാശിന്റെ കാര്യത്തിലുള്ള തീരുമാനം ഉണ്ടാക്കുക. അതിനുശേഷം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറയാം എന്ന് അനഘ വലിയ അഹങ്കാരത്തോടെ അറിയിച്ചു. അപ്പോഴേക്കും അനഘയുടെ ആ വാക്കുകൾ കേട്ട് മീരടുത്ത് പറഞ്ഞു, അല്ലെങ്കിലും എനിക്ക് അർച്ചനയെ ഒന്ന് കാണണം. അവളെ ഞാനൊന്ന് കാണാൻ തന്നെ ഇരിക്കുകയാണ്. അവളെ കണ്ടു കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാൻ. അതിനു മുമ്പ് നിന്നോടുള്ള ഞാൻ പറയാം. എന്തായാലും ഇതെന്താ ഉണ്ടാക്കുന്നത് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം ആ ജാറ് തുറന്ന് മിക്സിയുടെ ജാറ് തുറന്ന് നോക്കി. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതും ഷെയ്ക്കാ എന്ന് ചോദിച്ചു. അപ്പൊ എന്നിട്ട് അന്ന് തൊട്ട് നാക്കിൽ വെച്ച് നോക്കിയതിന് ശേഷം മീരടുത്തിയോട് പറഞ്ഞു, ഓ കൊള്ളാലോ, നല്ല ഷെയ്ക്കാണല്ലോ. അപ്പോഴേക്കും അനഘ പറഞ്ഞു, എന്റെ ചേച്ചിക്ക് ഒരു ഷെയ്ക്ക് വേണമെന്ന് പറഞ്ഞു അവന്തി അടുത്തേക്ക്, അതുകൊണ്ട് ഞാൻ അവന്തി ചേച്ചിക്ക് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കുന്നതാ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ മീര പറഞ്ഞു, കൊള്ളാലോ, ഇത് എങ്ങനെ ഒപ്പിച്ചു? അപ്പോഴാണ് അവിടെ മൊബൈൽ ഇരിക്കുന്നത് കണ്ടത്. ഓ, അപ്പൊ ഇതിൽ നോക്കിയാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ലെ? ഈ മൊബൈൽ കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടല്ലേ? ശരി, എന്നാലേ ഈ ഷെയ്ക്ക് ഞാൻ ഇങ്ങനെ എടുക്കുക. നല്ല ഷെയ്ക്കാണല്ലോ, നീ നിന്റെ ചേച്ചിക്ക് വേണ്ടി ഉണ്ടാക്കിയത് കൊണ്ട് നീ നന്നായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ടാകും. എന്തായാലും അർച്ചന പുറത്തു പോയിട്ട് ആകെ ക്ഷീണിച്ച് വന്നിരിക്കുക. ഈ ഷെയ്ക്ക് ഞാൻ അവൾക്ക് കൊണ്ടേ കൊടുക്കട്ടെ, നീ ഇത് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കണേ എന്ന് പറഞ്ഞ് വേഗം ആ മിക്സിക്കകത്തുനിന്ന് ഷെയ്ക്ക് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുത്തു. ഇതിന്റെ ബാക്കി ഞാൻ കുടിച്ചോളാം, ഇനി നീ ഒന്നുകൂടി ഉണ്ടാക്കിക്കോ, ഞാൻ ഒന്നുകൂടെ കുടിച്ചോളാം. കാരണം എന്താന്ന് വെച്ചാലേ, നിനക്ക് ഇനിയിപ്പോ മൊബൈലിൽ നോക്കി ഷെയ്ക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഷെയ്ക്ക് കഴിക്കുവാണെങ്കിലേ നീ ഇനി പ്രത്യേകിച്ച് ഷെയ്ക്ക് ഉണ്ടാക്കാൻ മൊബൈലിൽ നോക്കണ്ട. ഒന്ന് 2-3 തവണ ചെയ്ത് കഴിയുമ്പോൾ അത് പിന്നെ നിനക്കങ്ങ് കാണാതെ പാഠമായിക്കോളും എന്ന് പറഞ്ഞ് അവിടുന്ന് ഷെയ്ക്കും എടുത്തുകൊണ്ട് മീരടുത്ത് സ്റ്റെയർ കയറി പോകുമ്പോൾ അനഘ ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിയോടെ നിന്നു. അപ്പോഴേക്കും മുകളിൽ ഹാളിലിരുന്നുകൊണ്ട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടറോട് അർച്ചന. ഈ സമയത്ത് മീരടുത്തി കയ്യിൽ ആ ഷെയ്ക്കുമായി കൊണ്ടുപോകുന്ന മുകളിലേക്ക് കയറി പോകുന്ന കാഴ്ച അപ്പുറത്ത് നിന്ന് അവന്തിക ഒളിഞ്ഞു നോക്കുന്നു. അവന്തികയ്ക്ക് ആ കാഴ്ച കണ്ടതോടെ വലിയ സന്തോഷമായി. ഉടനെ മീരടുത്തി ആ ഷെയ്ക്കുമായി മുകളിലത്തെ നിലയിലേക്ക് പോകുന്നത് കണ്ട് അനഘയും അവന്തികയും രണ്ടുപേരും കൂടി അരികിൽ ഓടിയെത്തി പറഞ്ഞു. അവന്തിക ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് എങ്ങനെയായി? ഇത് നീ ഉണ്ടാക്കാതെ നമ്മൾ നേരിട്ട് ഉണ്ടാക്കി ഇത് അവളുടെ കൈ കൊടുക്കാനായി ചെന്ന അവൾ ഒരു കാരണവശാലും കുടിക്കില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി മീര തന്നെ ആ കർമ്മം നിർവഹിച്ചത് കണ്ടോ? മീര കൊണ്ടുപോയി കൊടുത്താൽ ഒരു പ്രശ്നമില്ലാതെ അവൾ വാങ്ങിച്ചു കുടിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഉടനെ അർച്ചനയുടെ അരികിലേക്ക് ആ ഷെയ്ക്കുമായി എത്തിയ മീരടുത്തി പറഞ്ഞു, ദാ മോളെ, ഈ ഷെയ്ക്ക് എടുത്ത് കുടിക്കുക കേട്ടോ, നല്ല ഷെയ്ക്കാ. എന്തായാലും തളർന്നു വന്നതല്ലേ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, എടുത്തി അതവിടെ വെച്ചേക്ക്, ഞാൻ കുടിച്ചോളാം. അതിനുശേഷം വീണ്ടും ഡോക്ടറോട് അർച്ചന സംസാരിച്ചു. ഞാൻ അവിടെ രാവിലെ വന്നപ്പോ ഇക്കാര്യം പറയാതിരുന്നത് അത് ഡോക്ടർ അപ്പൊ ആകെ ടെൻഷനിലായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇക്കാര്യം പറയാതിരുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെയാ ഇവിടെ സംഭവിച്ചത് എന്ന് അർച്ചന വിവരങ്ങളൊക്കെ ഡോക്ടറോട് പങ്കുവച്ചു. അപ്പോഴേക്കും അവന്തികയുടെ അരികിലെത്തി അനഘ പറഞ്ഞു, അല്ല ചേച്ചി, നമ്മള് ഇത് ശരിക്കും ആ ആതിരയ്ക്ക് കൊടുക്കാനല്ലേ, അവളുടെ ഗർഭം അലസിപ്പോകാനല്ലേ നമ്മൾ ചെയ്തത്. എന്നിട്ട് ഇതിപ്പോ അവള് കുടിക്കാതെ ആ അർച്ചന കുടിക്കുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചതും അവന്തിക പറഞ്ഞു, എരി മോളെ, നമ്മൾ അത് കലർത്തിയിരിക്കുന്ന മരുന്ന് എന്താണെന്നറിയാവോ? അങ്ങനെ ആ ചെടിയുടെ പേര് പറഞ്ഞിട്ട് അനഘയോട് അവന്തിക പറഞ്ഞു, അതിനെ ഇട്ടിരിക്കുന്ന പേരെന്താണെന്നറിയാവോ? ഡബിൾ സ്നേക്ക് എന്ന് പറഞ്ഞാൽ അത് ആകെ വിഷമാണ് ആ മരുന്ന്. ആ മരുന്ന് അകത്തേക്ക് ചെന്നാൽ അത് നമ്മുടെ അടി മുതൽ മുടി വരെ, നമ്മുടെ കാല് മുതൽ മുടി വരെ അതിന്റെ വിഷം ദേഹമാസകലം പകരും. അതാണ്, അങ്ങനെ പടർന്നു പന്തലിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ദേഹത്ത് മൊത്തത്തിലായി ആ വിഷം കലരും. അങ്ങനെ ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ വിഷം ദേഹത്ത് മുഴുവനായി വ്യാപിച്ച് അർച്ചന അങ്ങ് മരിച്ചു പോയാൽ പിന്നെ എന്താ പ്രശ്നമുള്ളത്? നമ്മളുടെ ഏറ്റവും വലിയ എതിരാളിയാണ് ഇല്ലാതാകുന്നത്. അതിനേക്കാളും മുന്നേ അർച്ചന തീർന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാത്തിനെയും തീർക്കാൻ നമുക്ക് എളുപ്പമാണ് എന്ന് അവന്തിക അനഘയോട് പറഞ്ഞു. ഈ സമയത്ത് അർച്ചന ഇതൊന്നും അറിയാതെ ഡോക്ടറുമായി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു.